ദൈനിക് ഭാസ്കർ 22 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ നൽകുന്നു. ദൈനിക് ഭാസ്കർ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഹിന്ദി ദിനപത്രങ്ങളിൽ ഒന്നാണ്. ഈ സർവേ ആര് നടത്തിയതാണെന്ന് അറിയില്ല. ദൈനിക് ഭാസ്കറിന് വേണ്ടി 55 മുതൽ 60 സീറ്റ്, അതായത് നിലവിലുള്ള നിലയിൽ നിന്ന് NDAക്ക് കുറയാം, UPAക്ക് ഇന്ത്യ മുന്നണിക്ക് കൂടാം എന്നുള്ളതാണ് ദൈനിക് ഭാസ്കർ പറയുന്നത്. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഒരു സംഖ്യ നൽകുന്നത് 18 മുതൽ 22 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഉത്തർപ്രദേശിൽ പ്രവചിക്കുന്നു ദൈനിക് ഭാസ്കർ. അങ്ങനെയാണെങ്കിൽ ദൈനിക് ഭാസ്കർ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അറിയാൻ സ്വാഭാവികമായിട്ടും മലയാളികൾക്കെങ്കിലും താല്പര്യമുണ്ടാകും. മലയാളികൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. 2009 അപ്രതീക്ഷിതമായിട്ട് 22 സീറ്റ് മുമ്പ് കോൺഗ്രസിന് കിട്ടിയത്. അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം എന്തായാലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കോൺഗ്രസ് സഖ്യത്തിനാണ് 22. അതായത് കഴിഞ്ഞ തവണ BJP വിജയിച്ച 20 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം അവർ നേരിട്ടിരുന്നു. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ദൈനിക് ഭാസ്കറിന്റെ കണക്ക് 22 സീറ്റ് വരെ, ഉത്തർപ്രദേശിൽ 22 സീറ്റ് വരെ പ്രതിപക്ഷം നേടാമെന്നുള്ള കണക്ക് എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന ട്രെൻഡുകൾക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്നു. അങ്ങനെ 22 സീറ്റ് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷം നേടുകയാണെങ്കിൽ NDAക്ക് കഴിഞ്ഞ തവണത്തെ ടാലിയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ അത്രയും കൽപ്പിക്കേണ്ട. കാരണം ബീഹാറിൽ എന്തായാലും NDAക്ക് സീറ്റ് കുറയും, മഹാരാഷ്ട്രയിലും സീറ്റ് കുറയും. കൂടാൻ സാധ്യതയുള്ളത് ആന്ധ്ര, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ്, ബംഗാളിലും. അതിനപ്പുറത്ത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും സീറ്റ് കുറയാനുള്ള സാധ്യത ഇപ്പോൾ NDAയെ സംബന്ധിച്ചുണ്ട്. തെലങ്കാനയിലും ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട് ചില സർവേ ഫലങ്ങൾ എന്നുള്ളതും പ്രധാനമാണ്. അപ്പോഴും ഒട്ടുമിക്ക സർവേ ഫലങ്ങളും 300-ന് മീതെ, 350-ന് മീതെ, 392 വരെ സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. 353 ഏറ്റവും കുറഞ്ഞ സംഖ്യ പറയുന്നത്. 353-ന് മുകളിലുള്ള ഒരു സംഖ്യ മാത്രമേ ഈ പറയുന്ന BJPയുടെ അക്കൗണ്ടിലേക്ക് ദൈനിക് ഭാസ്കറിന്റെ മൊത്തത്തിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് NDAക്ക് 281 മുതൽ 350 വരെ, മറ്റെല്ലാ ചിത്രങ്ങളിൽ നിന്നും വിഭിന്നമാണ്. BJP 248 മുതൽ 298 വരെ. അതായത് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാതെ വേണമെങ്കിലും ഇരിക്കാം. 248 തികയുന്നില്ല. 248 മുതൽ പരമാവധി 298 വരെ. ഇന്ത്യ ബ്ലോക്ക് 145 മുതൽ 201 വരെ. കോൺഗ്രസ് 59 മുതൽ 98 വരെ. ഇതാണ് ദൈനിക് ഭാസ്കറിന്റെ രാജ്യത്ത് മൊത്തമുള്ള പ്രൊജക്ഷൻ. അതായത് ഇതുവരെ വന്ന സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സർവേയാണ് ദൈനിക് ഭാസ്കർ നടത്തിയിരിക്കുന്നത്. ദൈനിക് ഭാസ്കർ മധ്യപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് 3 മുതൽ 6 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദൈനിക് ഭാസ്കറിന്റെ സർവേയാണ് ഇതുവരെ വന്ന സർവേയിൽ നിന്ന് തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു സർവേ എന്ന് നമുക്ക് കാണാം. ഇന്ത്യ മുന്നണിക്ക് തെല്ലെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരേയൊരു സർവേയായി ദൈനിക് ഭാസ്കർ മാറുന്നുണ്ട്. പക്ഷേ മധ്യപ്രദേശിൽ 6 സീറ്റ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷേ അതിനപ്പുറത്ത് 298 400 നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന BJP 300 കടക്കുന്നില്ല എങ്കിൽ അത് വളരെ വ്യത്യസ്തമായ ഒരു സർവേ, വ്യത്യസ്തമായ പ്രഡിക്ഷൻസ് ആണ്. അത് ജനവിധി എന്ത് എന്ന് ജൂൺ 4-ന് മാത്രമേ അറിയാനാവൂ. പക്ഷേ ഈ മൊത്തം സർവേകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വഴിവിട്ട നടത്തം തീർച്ചയായും അപ്പോഴും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഭരണത്തിൽ നിന്ന് മാറേണ്ടി വരുമെന്നുള്ള സൂചനയില്ല. പക്ഷേ വേണമെങ്കിൽ BJPക്ക് തനിയെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യവും നേരിടാം എന്ന് ദൈനിക് ഭാസ്കർ പറയുന്നു എന്നുള്ളതാണ്. ദൈനിക് ഭാസ്കറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. രാജസ്ഥാനിൽ 25 സീറ്റിൽ BJP 18 മുതൽ 22 വരെ, കോൺഗ്രസ് 3 മുതൽ 7 വരെ, മറ്റുള്ളവർ 0. അത് കഴിഞ്ഞ തവണത്തെ നമുക്ക് റിസൾട്ട് അറിയാം. മധ്യപ്രദേശിൽ BJP 23 മുതൽ 26 വരെ, അവിടെ കോൺഗ്രസിന് 3 മുതൽ 6 സീറ്റ് വരെ. ഇവിടെ പരമാവധി നേരത്തെ 1 സീറ്റാണ് പ്രവചിച്ചത് ഒരു ഏജൻസി. രാജസ്ഥാനിലും 4 മുതൽ 7 വരെയാണ് മാക്സിമം. അതെ. അതുപോലെ ഉത്തർപ്രദേശിൽ BJP 52 മുതൽ 57 വരെ, ഏറ്റവും അതിനോടൊപ്പം RLD 2, അപ്നാദൾ 1, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 55 മുതൽ 60 സീറ്റ് വരെ. സമാജ്വാദി പാർട്ടി 14 മുതൽ 18 സീറ്റ് വരെ UPയിൽ നേടുന്നു. കോൺഗ്രസ് 3 മുതൽ 4 വരെ. ഇതാണ് ദൈനിക് ഭാസ്കറിന്റെ പ്രവചനം. അമേഠി തിരിച്ചുപിടിക്കുന്നു കോൺഗ്രസ് എന്ന് മറ്റുള്ളവർ 2 മുതൽ 5 വരെ. ബീഹാറിൽ BJP 16 മുതൽ 17 വരെ, JDU 11 മുതൽ 13 വരെ, LJP 4 മുതൽ 5 വരെ, RJD 2 മുതൽ 4 വരെ, കോൺഗ്രസ് 1 മുതൽ 2 വരെ. അവിടെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മെച്ചമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദൈനിക് ഭാസ്കർ. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ മെച്ചമാണ്. പക്ഷേ മറ്റു ചില ഇപ്പൊ രാജസ്ഥാനും മധ്യപ്രദേശും പോലെയുള്ള നേട്ടം ദൈനിക് ഭാസ്കറിന്റെ പ്രവചനത്തിൽ പറയുന്നില്ല ഇന്ത്യ സഖ്യത്തിന്. ഗുജറാത്തിൽ
ഗുജറാത്തിൽ 22 മുതൽ 25 സീറ്റ് വരെ BJP, കോൺഗ്രസ് 0 മുതൽ 3 സീറ്റുകൾ വരെ നേടാം. 26 എന്നാണ് ഇതുവരെയുള്ള എല്ലാ സർവേ ഫലങ്ങളും പറഞ്ഞത്. ഗുജറാത്തിൽ ഒരു മത്സരമുണ്ട്, 3 സീറ്റിൽ അവിടെ മത്സരമുണ്ട്. പ്രത്യേകിച്ച് രജ്പുത്ത് വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെന്റിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ രോഷവും മറ്റു വിഷയങ്ങളുണ്ട്. ഗുജറാത്തിൽ 3 മണ്ഡലത്തിൽ മത്സരമുണ്ട്. 26 ഔട്ട് ഓഫ് 26 എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞിരുന്ന എല്ലാ സർവേ ഫലങ്ങളും. ഛത്തീസ്ഗഡിൽ 11 സീറ്റിൽ ആകെ 10 മുതൽ 11 സീറ്റ് വരെയും BJP, ഒരു പക്ഷേ ക്ലീൻ സ്വീപ്പ് ആകാം. പരമാവധി കോൺഗ്രസ് ഒരു സീറ്റ് ഛത്തീസ്ഗഡിൽ. ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും BJP നേടും എന്നുള്ളത് പൊതുവെ പ്രവചിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പൊതുവെ അങ്ങനെ തന്നെയായിരുന്നു അത്. പശ്ചിമ ബംഗാളിലെ കണക്ക് കേൾക്കണ്ടേ ദൈനിക് ഭാസ്കർ? എന്തായാലും ഇത്രയും കേട്ട സ്ഥിതിക്ക് പശ്ചിമ ബംഗാൾ കൂടി TMC, തൃണമൂൽ കോൺഗ്രസ് 20 മുതൽ 22 വരെ, BJP 15 മുതൽ 18 വരെ. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ BJP ഒരു പക്ഷേ എത്താം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റ്, 0 മുതൽ 2 സീറ്റ് വരെ. അവിടെ CPM-ന് സീറ്റ് പറയുന്നില്ല കേട്ടോ. മുർഷിദാബാദിൽ മുഹമ്മദ് സലീം ജയിക്കും എന്ന്. മുർഷിദാബാദ്, ഡംഡം, അതുപോലെ തന്നെ ജാദവ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ, സരാംപൂർ പോലെയുള്ള മണ്ഡലങ്ങൾ CPM മത്സരം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അതിവിദൂര സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇടതു വിജയത്തിന് ബംഗാളിൽ. അതിത്തവണയും അതുപോലെ കാര്യം വരുന്നത് ഹരിയാനയുമായി ബന്ധപ്പെട്ട് ആക്സിസ് മഹിന്ദയുടെ പ്രഡിക്ഷൻസ് ആണ്. BJP 6 മുതൽ 8 സീറ്റുകൾ നേടും. ഇന്ത്യ മുന്നണി 2 മുതൽ 4 സീറ്റ് നേടും. അവിടെ വോട്ട് ഷെയർ ആണ് നിർണായകം. BJPക്ക് 42%, കോൺഗ്രസിന് 40%, ആപ്പിന് 4%, JJP ചൗതാലയുടെ പാർട്ടി അഭയ് ചൗതാല അവർക്ക് 2%. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നേടിയ വലിയ ഒരു വോട്ട് ഷെയറിനെ മറികടക്കാൻ മാത്രമുള്ള കരുത്ത് പ്രതിപക്ഷം ഒന്നിച്ചു നിന്നിട്ടും ആപ്പും കോൺഗ്രസും ചേരുമ്പോഴും ഹരിയാനയിൽ സംഭവിക്കില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ പലവട്ടം പറഞ്ഞതുപോലെ 50%-ലേറെ വോട്ടുകൾ നേടി BJP മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനം അവസാന ഘട്ടത്തിൽ ചരട് മുറുക്കിയാൽ കഴിയില്ല എന്ന ബോധ്യപ്പെടുത്തലാണ്.